സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അൽഫോൻസ് അച്ഛൻ്റെയും പെദ്രോ അച്ഛൻ്റെയും വിയോഗം ലോകത്തെ കണ്ണീരിലാഴ്ത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. കടലിൽ മുങ്ങിത്താണ 2 അൾത്താര ബാലന്മാരെ രക്ഷിക്കുന്നതിനിടയിലാണ് ഈ 2 വൈദികരും മുങ്ങി മരിച്ചത്. സ്വന്തം ജീവൻ ബലി നൽകിയും തങ്ങളുടെ കീഴിലുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച ഈ വൈദികരുടെ സ്നേഹം തിരുവചനത്തിന്റെ സാക്ഷ്യമായി മാറുന്നു. ഇക്കഡോറിലെ പ്ലയാസ് എന്ന തീരദേശ നഗരത്തിൽ അൾത്താര ബാലന്മാർക്കായി സംഘടിപ്പിച്ച ധ്യാനത്തിനിടെയായിരുന്നു ഈ സംഭവം. ധ്യാനത്തിനെത്തിയ 2 അൾത്താര ബാലന്മാർ കടലിൽ മുങ്ങിത്താഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട വൈദികരാണ് മറ്റൊന്നും ചിന്തിക്കാതെ കടലിലേക്ക് എടുത്തു ചാടുന്നത്. കുട്ടികളെ സുരക്ഷിതമായി കരയിലെത്തിക്കാൻ ഇവർക്ക് സാധിച്ചു എങ്കിലും ശക്തമായ അടിയൊഴുക്കിൽപ്പെട്ട് ഇവർ 2 പേരും മുങ്ങിത്താഴുകയായിരുന്നു. സ്പെയിൻ സ്വദേശിയായ ഫാദർ അൽഫോൻസോ ആവിലസ് പെരേസ് ഡൗൾ രൂപതയിലെ സാൻ ആൽബർട്ടോ മാഗ്നോ ഇടവകയിലെ വികാരിയായിരുന്നു. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം, അതുകൊണ്ട് ആവേശത്തോടെ മുന്നേറുക എന്നായിരുന്നു അദ്ദേഹം തൻ്റെ ശിഷ്യരെ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സ്വജീവൻ അദ്ദേഹം അർപ്പിച്ചു. സാൻ ജസിന്തോ രൂപതയിലെ സേവനത്തിലൂടെ ഏവർക്കും പ്രിയങ്കരനായിരുന്നു ഫാദർ പെദ്രോ അൻസോട്ടെ ഗുയി. മറ്റൊരു ജീവനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ അച്ഛനും ജീവൻ വെടിഞ്ഞു. പകരം വയ്ക്കാനില്ലാത്ത ഇവരുടെ ത്യാഗത്തിന് അന്ത്യോപചാരമർപ്പിക്കാനെത്തിയത് ഇക്വഡോറിലെ പ്രഥമ വനിത ഡാനിയേൽ നൊബോവ, പ്രസിഡന്റിന്റെ അമ്മ അന്നബെല്ല അസിൻ എന്നിവരുൾപ്പെടെ പ്രമുഖരായിരുന്നു.